എല്ലാവർക്കും ഹൃദയപൂർവ്വം നമസ്കാരം. ഞാൻ ഇന്ന് കായംകുളം നിയോജകമണ്ഡലത്തിൽ എൻ്റെ സ്ഥാനാർത്ഥി പ്രചരണവുമായിട്ട് യാത്രയിലായിരുന്നു. അപ്പോൾ രാവിലെ ആ യാത്ര തുടങ്ങിയതിന് ശേഷം ഹരിപ്പാടാണ് തുടങ്ങിയത്. അപ്പോൾ ഹരിപ്പാട് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരു ബ്രോക്കറുടെ പത്രസമ്മേളനത്തിൻ്റെ ബ്രേക്കിംഗ് ന്യൂസ് ഒരു പ്രധാനപ്പെട്ട ചാനലിൽ കാണാനിടയായത്. അതിനുശേഷം എന്നോടൊപ്പം 200-ലധികം വരുന്ന ബൈക്കുകളും എൻ്റെ സഹപ്രവർത്തകരും ഈ പൊരിവെയിലത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവര് ഈ യാത്ര ഒരു ഹരിപ്പാടിലെ ഒരു പഞ്ചായത്ത് കഴിഞ്ഞ് കായംകുളത്തേക്ക് വരേണ്ടതുള്ളതുകൊണ്ട് ആ യാത്ര ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. കാരണം ബൂത്ത് തലത്തിലെയും പഞ്ചായത്ത് തലത്തിലെയും നിയോജകമണ്ഡലം നേതാക്കന്മാരാണ് ഈ ബൈക്കിൽ ഈ പൊരിവെയിലത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് കഴിയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ സമയം, മാധ്യമ സുഹൃത്തുക്കളെ കാണാൻ വേണ്ടി നമുക്ക് ഇത്രയും സമയം പിടിച്ചത്. ആ യാത്രയുടെ ഇടയിൽ നിന്ന് തന്നെ, വെയിലത്ത് നിന്ന് തന്നെയാണ് ഞാൻ വരുന്നത്. തിരിച്ചെനിക്ക് അവിടേക്ക് തന്നെ പോകണം. ഉച്ചയ്ക്ക് ഭക്ഷണവും കഴിച്ചിട്ടില്ല. അപ്പോൾ ഈ ന്യൂസ് വന്നതിന് ശേഷം പല ആളുകളും എന്നെ വിളിക്കുകയുണ്ടായി. അപ്പം നിങ്ങളോട് തീർച്ചയായിട്ടും ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണം എന്ന എനിക്ക് ആഗ്രഹമുണ്ട്. ഇപ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ സംഭവിച്ചിട്ടുള്ളത്, ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം ഭാരതീയ ജനതാ പാർട്ടി വിജയിക്കുമെന്നുള്ള IBയുടെ റിപ്പോർട്ട് വന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെയും കോൺഗ്രസിന്റെയും നേതാക്കന്മാർക്ക് കേരളത്തിൽ പിണറായി വിജയൻ ത്രൂ മനസ്സിലായിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതുകൂടാതെ എല്ലാ പാർലമെന്റ് മണ്ഡലങ്ങളിലും തെരഞ്ഞെടുപ്പ് സമയത്ത് മാർക്സിസ്റ്റ് പാർട്ടി എടുക്കുന്ന ഒരു സർവേ റിപ്പോർട്ടുണ്ട്. ആ മാർക്സിസ്റ്റ് പാർട്ടി എടുത്ത സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലും ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിക്കാൻ പോകുന്നു എന്നുള്ള റിപ്പോർട്ട് അവരുടെ കമ്മിറ്റികൾക്ക് കിട്ടിയിരിക്കുകയാണ്. അതിനെ തുടർന്ന് എങ്ങനെയെങ്കിലും ശോഭാ സുരേന്ദ്രനെതിരെ ഒരു അഴിമതി ആരോപണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ച് അത് ആളുകൾക്കിടയിലേക്ക് എത്തിക്കാൻ പറ്റുമോ എന്നുള്ള ഭഗീരഥ പ്രയത്നത്തിന്റെ ഭാഗമായിട്ടാണ് പേരുപോലും ദല്ലാൽ എന്ന് കേരളം ചാർത്തിക്കൊടുത്തിട്ടുള്ള ഒരാൾ ഒരു പത്രസമ്മേളനം നടത്തിയിട്ട് ശോഭാ സുരേന്ദ്രന് ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട് എന്നുള്ള ഒരു പത്രസമ്മേളനം, അതൊരു നിഴലിൽ, സംശയത്തിന്റെ നിഴലിൽ നിർത്തിക്കൊണ്ട് ആ പത്രസമ്മേളനം നടത്തിയിരിക്കുകയാണ്. എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്നു. അതിശക്തമായി ഭാരതീയ ജനതാ പാർട്ടിയുടെ പ്രവർത്തനം മുന്നോട്ട് പോകുന്നതിനിടയിൽ ഇതുപോലെ തന്നെ ഒരു വ്യാജ ഓഡിയോ എനിക്കെതിരെ ഇറക്കിയുണ്ടായി. ഈ വ്യാജ ഓഡിയോയിൽ സംസാരിക്കുന്നത് പിന്നീട് ഞാൻ കണ്ടുപിടിച്ചു, ഇയാളുടെ ശബ്ദം എനിക്കറിയില്ല, വ്യാജ ഓഡിയോയിലെ സംസാരിക്കുന്ന വ്യക്തിയെ എനിക്കറിയില്ല. വ്യാജ ഓഡിയോയ്ക്കകത്തുള്ള 2 വ്യക്തികൾ എനിക്ക് പരിചയമുണ്ട്, ഒരാളെ എനിക്ക് പരിചയമില്ല. ഒരു 2 മാസക്കാലം അന്വേഷിച്ചതിന് ശേഷം എനിക്ക് അയാളെ പിടുത്തം കിട്ടി. അയാളുടെ പേര് മനസ്സിലായി. അയാളുടെ പേര് പാലക്കാട്ടുകാരൻ ഐസക് ആണ്. ഐസക് അവിടെ വലിയ ഒരു മാള് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഐസക് എന്ന് പറയുന്ന ആൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പിണറായി വിജയന്റെ ചില വിഷയങ്ങളിൽ ഇടനിലക്കാരനായി വർത്തിച്ചിട്ടുള്ള ഒരാളാണ്. അത് മാധ്യമ സുഹൃത്തുക്കൾക്ക് ആരാണ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാള്, പാലക്കാടിലെ വലിയ മാൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഐസക് എന്ന് അന്വേഷിച്ചാൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് അയാളെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ കിട്ടും. അപ്പൊ എന്നെ നേരിട്ട് ഒരിക്കൽ പോലും കാണാത്ത ഐസക് ഒരു സ്ഥലത്തിരുന്ന് സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന കാര്യങ്ങൾ ഞാൻ വേറെ ആരോടോ സംസാരിക്കുന്നതിനെ ചേർത്ത് വെച്ചുകൊണ്ട് ധാരാളം അതിൽ ഓഡിയോ മിക്സ് ചെയ്തുകൊണ്ട് ഒരു ഓഡിയോ പുറത്തിറക്കിയിട്ടുണ്ടായി. ആ ഓഡിയോ കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിലാണ് വന്നത്. കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ വന്ന ഈ ഓഡിയോ പല വീടുകളിലേക്കും എത്തിച്ചുകൊണ്ട് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായ സ്ത്രീയെ വ്യക്തിഹത്യ നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞ് ആ ഓഡിയോ സംപ്രേഷണം ചെയ്ത ഓൺലൈൻ ചാനൽ എന്ന് പറയുന്നത് ക്രൈം നന്ദകുമാറിന്റെ ചാനലാണ്. ആ ക്രൈമിലാണ് ഈ ഓഡിയോ 2, 3, 4 തവണ വാർത്ത വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ആ ഓഡിയോ വന്നതിനെതിരായി ഞാൻ കോടതിയിൽ പോയി. ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സണ് ഞാൻ പരാതി കൊടുത്തു. അന്വേഷണം നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ എനിക്ക് നേരിട്ട് ക്രൈം നന്ദകുമാറിനെ ഒന്ന് കാണണം എന്ന് തോന്നി. ക്രൈം നന്ദകുമാർ ആ വാർത്തയിൽ പറഞ്ഞത്, ശോഭാ സുരേന്ദ്രൻ എത്രയോ സ്വർണ്ണാഭരണങ്ങൾ കവർന്നെടുത്തിട്ടുള്ള ഒരാളാണ്. എങ്ങനെയാണ് സ്വർണ്ണാഭരണങ്ങൾ എടുത്തത്? അത് ലോക്കറിൽ ആരോ വെച്ച സ്വർണം ശോഭാ സുരേന്ദ്രൻ എടുത്തിരിക്കുന്നു. 1.
രണ്ടാമത് പറഞ്ഞത് ദേശീയ പാതയോരത്ത് ശോഭാ സുരേന്ദ്രന് 20 ലക്ഷം വില വരുന്ന ഭൂമിയുണ്ട് എന്നാണ് പറഞ്ഞത്. 2 ആരോപണങ്ങളാണ് ആ ഓഡിയോയിൽ പുറത്തു വന്നത്. ഞാൻ ക്രൈം നന്ദകുമാറിനെ കാണാൻ നേരിട്ട് പോയി. ഞാൻ അവിടെ ചെന്നു. ഞാൻ നേരിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് ശോഭാ സുരേന്ദ്രൻ ആരാണ് എന്നറിയുമോ? എനിക്ക് എത്രമാത്രം സ്വത്ത് ഉണ്ട് എന്ന് നിങ്ങൾക്കറിയുമോ? നിങ്ങൾ ഈ കാണിച്ചുകൊണ്ട് വാർത്ത ചെയ്തിട്ടുള്ള ആധാരത്തിലെ ഭൂമി ശോഭാ സുരേന്ദ്രൻ ഉണ്ടെങ്കിൽ ക്രൈം നന്ദകുമാറിന്റെ നേതൃത്വത്തിൽ അതൊന്ന് വിൽപ്പന നടത്തി തരണം. എനിക്ക് 20 ലക്ഷം വേണ്ട, 1 സെന്റിന് 20 ലക്ഷം വിലയുള്ള ഭൂമിയുണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പറഞ്ഞു, ആ ഭൂമിയുടെ ആധാരം നിങ്ങളുടെ കയ്യിലുണ്ടല്ലോ, നിങ്ങൾ അതൊന്ന് വിൽപ്പന നടത്തിയിട്ട് എനിക്കൊരു 5 ലക്ഷം വെച്ച് 1 സെന്റിന് തന്നാൽ മതി. എന്താണ്, 1 ഏക്കർ സ്ഥലം എനിക്കുണ്ട്, നാഷണൽ ഹൈവേയിലാണ് എന്നാണ് പറയുന്നത്. ആ ഭൂമിക്ക് 20 ലക്ഷം രൂപയുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഞാൻ കാണാത്ത മറിയച്ചേടത്തിയുടെ ഭൂമിയെക്കുറിച്ച് മാർക്സിസ്റ്റുകാരൻ പ്രചരിപ്പിച്ചതുപോലെ ശോഭാ സുരേന്ദ്രൻ കാണാത്ത ശോഭാ സുരേന്ദ്രന്റെ ഭൂമിക്ക് ആരോ വിലയിട്ടുകൊണ്ട് മാധ്യമത്തിൽ ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നു. ഞാൻ വിശദീകരിച്ചു. എന്റെ തറവാട്ട് വീട്ടിലേക്ക് എന്റെ അമ്മയെ കാണാൻ 90 വയസ്സ് കഴിഞ്ഞ വാർദ്ധക്യപ്രായമുള്ള 800 സ്ക്വയർ ഫീറ്റ് വീട്ടിൽ താമസിക്കുന്ന എന്റെ അമ്മയെ കാണാൻ ശ്രീമാൻ ക്രൈം നന്ദകുമാറിനെ ഞാൻ വിളിച്ചു കൊണ്ടുപോകുന്നു. തൊട്ടടുത്ത് താമസിക്കുന്ന എന്റെ ചേച്ചിയാണ്, എന്റെ സ്വന്തം ചേച്ചിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയുടെ ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ പേര് രത്നകുമാരി എന്നാണ്. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിൽ തെക്കുംകര പഞ്ചായത്തിൽ മണലിത്ര വില്ലേജിൽ കണ്ടംപുള്ളി കൃഷ്ണന്റെ മകളായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ ചേച്ചി. ആ ചേച്ചിയാണ് എന്റെ അമ്മയുടെ സഹായിയായിട്ട് അവിടെ ജീവിക്കുന്നത്. ആ ചേച്ചിക്ക് തൊഴിലുറപ്പ് പദ്ധതിയുടെ പണിക്ക് പോയ സ്ഥലത്ത് നിന്ന് അവരെ വിളിച്ചു കൊണ്ടുവന്ന് ക്രൈം നന്ദകുമാറിനെ ഞാൻ കാണിച്ചു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞത്, എന്റെ സുപ്രീം കോടതി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പനാണ്. നിങ്ങൾ ഇത്തരത്തിലുള്ള വാർത്ത എനിക്കെതിരെ ചെയ്താൽ അതിന്റെ രേഖകളുമായി നിങ്ങളൊന്ന് അന്വേഷണം നടത്തണം. ആദ്യമായിട്ട് ക്രൈം നന്ദകുമാർ എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ നടത്തുന്ന വ്യക്തി, അദ്ദേഹം പരസ്യമായിട്ട് മാധ്യമ സുഹൃത്തുക്കളെല്ലാം ശ്രദ്ധിച്ചിട്ടുണ്ടാകും, അദ്ദേഹം മാപ്പ് പറഞ്ഞത് ഒരേ ഒരു പൊളിറ്റീഷ്യനോടാണ്, ഒരേ ഒരു രാഷ്ട്രീയ നേതാവിനോടാണ് കേരളത്തിൽ. അദ്ദേഹം എത്രയോ വാർത്തകൾ ചെയ്തിട്ടുണ്ട്. ഒരു വാർത്തയും ശ്രീമാൻ ക്രൈം നന്ദകുമാർ പിൻവലിച്ചിട്ടില്ല. എനിക്കെതിരെ നടത്തിയ വാർത്ത അത് അക്ഷന്തവ്യമായി തെറ്റായി പോയി, ഞാൻ ശോഭാ സുരേന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഓൺലൈൻ ചാനലിൽ വാർത്ത വന്നിട്ടുള്ളത്. അത് ഈ തെരഞ്ഞെടുപ്പിനിടയിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാകും എന്ന് ഞാൻ കരുതുന്നു. അതിന്റെ കാരണം കൂടി ഞാൻ പറയാം. ക്രൈമിൽ എന്നോട് ഒരു അഭിമുഖം ചോദിച്ചു. ഇതിനുശേഷം എന്നെ മനസ്സിലാക്കി, എന്റെ വീട് കണ്ടു, എന്റെ ബന്ധുക്കളെ കണ്ടു, എല്ലാം കണ്ടതിന് ശേഷം മനസ്സിൽ വേദന തോന്നിയിട്ട് ഈ വാർത്ത തിരുത്താൻ തയ്യാറായിട്ടുള്ള അദ്ദേഹം ഒരു ഇന്റർവ്യൂ ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞു, എന്നെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരാളാണ്, അതുകൊണ്ട് എനിക്ക് അഭിമുഖം തരുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ പല ഓൺലൈൻ ചാനലുകൾക്കും ഞാൻ അഭിമുഖം കൊടുത്തു. അത് കഴിഞ്ഞതിനു ശേഷം അദ്ദേഹം പറഞ്ഞു, എനിക്ക് ശോഭാ സുരേന്ദ്രനോട് ഞാൻ ചെയ്ത ഈ തെറ്റിന്റെ പേരിൽ എനിക്കൊരു മാപ്പപേക്ഷ നടത്തണം, അത് പരസ്യമായിട്ട് നടത്തണം എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ വന്ന് അത്തരത്തിൽ ഒരു മാപ്പപേക്ഷ നടത്തിയത്. അപ്പോഴും ഈ ഓഡിയോ, ഇവിടെയൊക്കെ ഓഡിയോയ്ക്ക് മുഖം, നരേന്ദ്രമോദിജിയുടെ മുഖം താടിയുള്ളതായിരുന്നു, അത് താടി മാറ്റി ഒരു പുതിയ ഫോട്ടോയാക്കി എന്ന് മാത്രമേ ഉള്ളൂ. ഓഡിയോ അതുപോലെ തന്നെ കറങ്ങി നടക്കുന്നുണ്ട്. ഇതിന്റെ പിറകിൽ പ്രവർത്തിക്കുന്നത്, ഈ ഓഡിയോയുടെ പിറകിൽ പ്രവർത്തിച്ചത് നമ്മുടെ ഇവിടുത്തെ MP-യും സലാം MLA-യും രണ്ടുപേരും ചേർന്നിട്ടാണ്. അതിന് വേറെ കാരണമുണ്ട്. അതിന്റെ കാരണം എന്ന് പറയുന്നത്, മലപ്പുറത്തുള്ള ഭീകരവാദ സംഘടനകൾക്ക് വളരെ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് ആലപ്പുഴ പാർലമെന്റ് മണ്ഡലം. ആ വേരോട്ടത്തെക്കുറിച്ച് വിവിധ പ്രദേശങ്ങളിൽ ഞാൻ നടത്തിയിട്ടുള്ള പത്രസമ്മേളനങ്ങളും ഞാൻ സലാമിനെതിരെ നടത്തിയിട്ടുള്ള പ്രസംഗങ്ങളും അത് സലാമിന് ഒരു ഇരയായി എന്നെ കയ്യിൽ കിട്ടിയപ്പോൾ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ അത് വിനിയോഗിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇപ്പോ നന്ദകുമാർ എന്ന് പറയുന്ന വ്യക്തി, ആ വ്യക്തിയെ ഞാൻ എന്നാണ് പരിചയപ്പെടുന്നത്? നന്ദകുമാറിന്റെ വീട്ടിൽ ഒരു വിരുന്ന്. എന്തിനു വേണ്ടിയാണ് വിരുന്ന്? PC ജോർജ് എന്ന് പറയുന്ന ഞങ്ങളോടൊപ്പം ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് അകത്തേക്ക് കടന്നു വരുന്ന PC ജോർജിനെ മാധ്യമങ്ങൾ, എറണാകുളത്തെ മാധ്യമ പ്രവർത്തകര് ഒന്ന് ചോദിച്ചാൽ മതി, ശോഭാ സുരേന്ദ്രൻ ഒരു തുളസി മാലയുമായി നിൽക്കുന്ന ഒരു പഴയ ദൃശ്യം മാധ്യമങ്ങളുടെ കയ്യിലുണ്ടാകും. ആ തുളസി മാലയുമായി ഞാൻ നിന്നത് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് എന്നോട് ആവശ്യപ്പെട്ടതിനനുസരിച്ച് PC ജോർജിനെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ എറണാകുളത്ത് ശ്രീമാൻ AN രാധാകൃഷ്ണൻ മത്സരിക്കുന്ന സമയത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്നത്. PC ജോർജ് വന്നത് അവിടെ ഒരു അമ്പലത്തിലാണ്. ആ അമ്പലം എന്ന് പറയുന്നത് ഈ ദല്ലാൽ നന്ദകുമാറിന്റെ തന്നെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു അമ്പലമാണ്. ആ അമ്പലത്തിന് മുന്നിൽ വെച്ച് ഞാൻ സ്വീകരിക്കുന്നു. എന്നാൽ
ഈ ദല്ലാൽ നന്ദകുമാർ എന്നെ കാണാൻ വരുന്നത് തൃശൂരിലെ 2 പ്രമുഖ വ്യക്തികളുമായിട്ടാണ്. എന്നാ വരുന്നത് ശോഭാ സുരേന്ദ്രൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ ചുമതലക്കാരിയായി ഭാരതീയ ജനതാ പാർട്ടിയുടെ മെമ്പർഷിപ്പ് ഡ്രൈവ് എന്ന് പറയുന്ന സദസ്യതാ അഭിയാൻ എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കമ്മിറ്റി, ആ കമ്മിറ്റിയിൽ 5 അംഗങ്ങളിൽ ഒരാളായി അമിത്ഷാജി എന്നെ നേരിട്ട് സെലക്ട് ചെയ്യുന്നു. ഞാൻ ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്നു. എന്റെ ബോസ് എന്ന് പറയുന്നത്, എന്റെ മുതിർന്ന നേതാവ് എന്ന് പറയുന്നത് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാനാണ്. എന്താണ് ആ കമ്മിറ്റിയുടെ പണി എന്ന് ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ആ കമ്മിറ്റിയുടെ ജോലി എന്ന് പറയുന്നത് പുതിയ ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരിക, അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുക. അതിന്റെ 8 സംസ്ഥാനങ്ങളുടെ ചുമതലക്കാരിയായിരുന്നു ഞാൻ. എന്നെ കാണാൻ വേണ്ടി എന്റെ മൂത്ത സഹോദരിയുടെ മകൻ, അവന്റെ പേര് ഷാജു, അദ്ദേഹം ഒരു കമ്പനിയിൽ മാർക്കറ്റിംഗ് മാനേജറായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ വീട് ഓട്ടുപാറയിലാണ്. തൃശൂരിലെ മാധ്യമ സുഹൃത്തുക്കളുമായിട്ട് നിങ്ങൾ സംസാരിക്കണം. ഏതാണ്ട് ഒരു 2 വർഷം മുമ്പ് തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ PC ജോർജിനെ സ്വീകരിക്കാൻ പോയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ PC ജോർജിന്റെ തൊട്ടടുത്ത് നിൽക്കുന്ന നന്ദകുമാറിനെ വീണ്ടും ഞാൻ കണ്ടു എന്നാണ് ഞാൻ പറയുന്നത്. ആദ്യം കാണുന്നത് എന്നെ അന്വേഷിച്ച് അല്ലല്ല, ഇദ്ദേഹം വന്ന് നമ്മുടെ വീട്ടിൽ വരുന്നു. ആ വീട്ടിൽ വന്ന് ഒരു പുതിയ രാഷ്ട്രീയ പാർട്ടി തുടക്കം കുറിച്ച ഒരു സമയമായിരുന്നു. ഒരു പുസ്തകം, ഒരു ഡയറി എന്റെ വീട്ടിൽ വെച്ചിട്ട് പോകുന്നു. ഇദ്ദേഹം വരുന്നു, പരിചയപ്പെടാനാണെന്ന് പറയുന്നു. തൃശ്ശൂരിലെ ഒരു മീറ്റിംഗ് എലൈറ്റ് ഹോട്ടലിൽ ഉണ്ടായിരുന്നു, അതിൽ പങ്കെടുക്കാനാണ് വന്നത്. ശോഭാ സുരേന്ദ്രനോട് ഒരു കാര്യം അവതരിപ്പിക്കാനാണ് വരുന്നത് എന്നാണ് ഈ ദല്ലാൽ പറയുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു എന്താ കാര്യം? അപ്പോഴാണ് എന്നോട് പറയുന്നത് പുതിയ ചില ആളുകളെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനായിട്ട് എനിക്ക് സാധിക്കും, അതിന്റെ ചുമതല ശോഭാ സുരേന്ദ്രനാണ് എന്ന് ഡൽഹിയിൽ നിന്ന് മനസ്സിലാക്കി എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ സംസാരിച്ചു. ഞാൻ ചോദിക്കുകയുണ്ടായി, ആരാണ് BJPയിലേക്ക് വരാൻ ആഗ്രഹിച്ചിട്ടുള്ള പ്രമുഖനാണ്, ആരാണ് BJPയിലേക്ക് വരാൻ ആഗ്രഹിച്ച പ്രമുഖൻ എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയുണ്ടായി. പ്രമുഖന്റെ പേര് അദ്ദേഹം പറഞ്ഞു. പ്രമുഖനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വിളിപ്പിക്കുന്നു, ശോഭാ സുരേന്ദ്രനെയും വിളിക്കുന്നു. അദ്ദേഹത്തിന്റെ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ അമ്മ ഇരിക്കുന്നത് ഒരു പ്രത്യേക മുറിയിലാണ്. നന്ദകുമാർ താമസിക്കുന്നത് അമ്മയെപ്പോലും വിശ്വാസമില്ലാതെ മറ്റൊരു സ്ഥലത്താണ്. മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിക്കാൻ പോകണം. ഒരു വീട്ടില് അമ്മയും മകനും ഒരുമിച്ച് ജീവിക്കുമ്പോൾ മകന് മാത്രം പ്രത്യേക സംവിധാനവും അമ്മയ്ക്ക് മാത്രം പ്രത്യേക സംവിധാനവും എന്റെ കഴിഞ്ഞ 10-30 വർഷത്തെ പൊതുപ്രവർത്തനത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ആ അമ്മയുടെ അരികിലേക്ക് എന്നെ കൊണ്ടുപോയി. അമ്മ എനിക്ക് വളരെ സ്നേഹത്തോടു കൂടിയിട്ട് ഭക്ഷണം തന്നു. ഞാൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചു. ആ സമയത്ത് നന്ദകുമാറിന്റെ അപ്പുറത്തുള്ള തൊട്ടുള്ള വലിയ വീട്ടിൽ, വലിയ മുറിയിൽ കേരളത്തിലെ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ വലിയൊരു നേതാവ് ആ മുറിക്കകത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു. അതവിടെ നിൽക്കുക. ഈ ഒരു വിഷയത്തിന് ഇവിടെ അമ്മയോട് സംസാരിക്കുന്നു, പറയാം, ഭക്ഷണം കഴിക്കുന്നു. ഭക്ഷണം കഴിച്ചതിന് ശേഷം, കാരണം എനിക്ക് എവിടെ വേണമെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനും ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ ശോഭാ സുരേന്ദ്രനെ നേരിട്ട് കാണാം. കാരണം ഞാനാണ് അതോറിറ്റി. ഓൾ ഇന്ത്യ തലത്തിൽ നിന്നുള്ള, അഖിലേന്ത്യാ തലത്തിൽ നിന്നുള്ള അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാൾ അമിത്ഷാജി, ആ ചുമതല നദ്ദാജിയും എനിക്ക് ഏൽപ്പിച്ചു തന്ന സമയത്താണ്. ആ വ്യക്തിയെ ഇങ്ങനെ ഫേസ് ടു ഫേസ് എന്നെ കാണിക്കുന്നില്ല. ഞാൻ ഉമ്മറത്ത് നിൽക്കുന്നു, വ്യക്തി കർട്ടന്റെ പിറകിലിരിക്കുന്നു, വ്യക്തിയെ അങ്ങനെ കർട്ടന്റെ ഇടയിലൂടെ എനിക്ക് കാണിക്കുന്നു. ഞാൻ പറഞ്ഞു അത് നടക്കില്ല, വ്യക്തിയുമായിട്ട് നേരിട്ട് കാണണം. നിങ്ങൾ സംസാരിക്കുന്നതാണോ അദ്ദേഹം എനിക്കറിയണ്ടേ, കാരണം ഞാനിത് അഖിലേന്ത്യാ തലത്തിലാണ് പോയി പറയേണ്ടത്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 3 യാത്രകൾ ഡൽഹിയിലേക്ക് നടത്തുന്നു. ഒരു യാത്രയിൽ ദല്ലാൽ നന്ദകുമാറിന്റെ കൂടെ ഉണ്ടായിരുന്നത് സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കറ്റാണ്. അവരുടെ പേര് അഡ്വക്കേറ്റ് ഗീത. അഡ്വക്കേറ്റ് ഗീത വരുന്നത് ദല്ലാൽ നന്ദകുമാർ സ്പെഷ്യലായിട്ട് വിളിപ്പിച്ചിട്ടാണ്. ഒരു യാത്രയിൽ ദല്ലാളിന്റെ കൂടെ 2 പേരുണ്ട് എന്ന് ദല്ലാൽ പറഞ്ഞു. ഞാൻ അവരെ കണ്ടിട്ടില്ല. എന്നാൽ എന്റെ മൂത്ത ജ്യേഷ്ഠത്തിയുടെ, മൂത്ത ചേച്ചിയുടെ മകന്റെ വീട്ടിലേക്ക് ദല്ലാൽ വന്ന സമയത്ത് ഞങ്ങൾക്ക് വീട് വെക്കാൻ വേണ്ടി, എനിക്ക് സ്വന്തമായിട്ട് വീട് ഇല്ല, ഇപ്പൊ വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എനിക്ക് വീട് വെക്കാൻ വേണ്ടി ഞാൻ വാങ്ങിയിട്ടുള്ള 8 സെന്റ് സ്ഥലം, അതിൽ മാവും പ്ലാവും ഒക്കെയുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, ആ 8 സെന്റ് സ്ഥലം കണ്ട് ഞാൻ പറയുകയാണ്, എന്റെ മൂത്ത ചേച്ചിയുടെ ഭർത്താവ് ക്യാൻസർ ബാധിതനായിട്ട് ആശുപത്രിയിൽ കിടക്കുന്ന സമയമാണ്. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ വലിയ പണക്കാരനല്ലേ, കാരണം ഇദ്ദേഹം വലിയ പൈസയുള്ള ആളാണ് എന്നാണ് പറയുന്നത്, നിങ്ങൾ വലിയ പൈസക്കാരനാണല്ലോ, ഈ 8 സെന്റ് സ്ഥലം നിങ്ങൾക്ക് കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഞാൻ ചോദിച്ചു.
എന്റെ സ്വന്തം സ്ഥലം, എന്റെ പേരിലുള്ള ആധാരത്തിന്റെ ആ സ്ഥലം ദല്ലാൽ നന്ദകുമാർ 10 ലക്ഷം രൂപ എനിക്ക് പൊതിയായിട്ട് പൊതിഞ്ഞ് അപ്പോൾ തന്നെ തൃശ്ശൂരില് ഓട്ടുപാറയിൽ വീട്ടില് ഒരു പൊതിയായിട്ട് അപ്പൊ തന്നെ കാറിൽ നിന്ന് എടുത്ത് തൃക്കാക്കര ഞാൻ 3 സമയത്താണ് ദല്ലാലിനെ കണ്ടത്. അതാ പറയുന്നത്. ഒന്ന് ഞാൻ പറയാം, തൃക്കാക്കരയ്ക്ക് മുൻപ് വന്ന് കണ്ടതിന് ശേഷം പിന്നീട് ദല്ലാളിനെ കാണുന്നത് PC ജോർജ് വരുമ്പോൾ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതനുസരിച്ച് ഞാൻ തുളസിമാലയുമായി PC ജോർജിനെ സ്വീകരിക്കാൻ നിൽക്കുമ്പോഴാണ് PC ജോർജിന്റെ പിറകിൽ, അതായത് ഈ ദല്ലാൽ നന്ദകുമാർ നിൽക്കുന്നത് ഞാൻ കാണുന്നത്. അപ്പൊ ആദ്യം വന്നു, പരിചയപ്പെട്ടു. വ്യക്തിപരമായി രാഷ്ട്രീയ പ്രവർത്തക എന്നുള്ള രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പൊളിക്കാനും മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നതനായിട്ടുള്ള നേതാവ് കണ്ണൂർക്കാരനെ BJPയിൽ ചേർക്കാനും ആണ് ദല്ലാൽ നന്ദകുമാർ ഞാനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചത്. ആ സൗഹൃദം സ്ഥാപിച്ചതിന് ശേഷം എനിക്കറിയാമല്ലോ, ഞാൻ ഒരാൾ എന്നോട് സൗഹൃദം സ്ഥാപിക്കാൻ ശ്രമിച്ചാലും ഇപ്പൊ എന്താ ആരോപണം? ദല്ലാളിന്റെ ആരോപണം എന്താണ്? ഏതെങ്കിലും ഒരു മാധ്യമ സുഹൃത്തിന് അന്വേഷിക്കാം, 10 ലക്ഷം രൂപ ഇദ്ദേഹം എനിക്ക് അഡ്വാൻസ് ആയി തരുന്നത് പൊതിഞ്ഞ പണം തരാൻ ശ്രമിക്കുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളത് ശോഭാ സുരേന്ദ്രന്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണം. സാധാരണ ഒരാൾ അനധികൃതമായിട്ട് ഒരു വ്യക്തിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുകയാണെങ്കിൽ അതെങ്ങനെയാണ് വാങ്ങുക? അത് രഹസ്യമായിട്ടല്ലേ ആളുകൾ വാങ്ങുക? എന്റെ SBI ബാങ്ക് അക്കൗണ്ടിലേക്ക് 10 ലക്ഷം രൂപ ഞാൻ വാങ്ങിയത് ഈ മനുഷ്യൻ എന്റെ 8 സെന്റ് സ്ഥലം വാങ്ങാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ചികിത്സയ്ക്ക് മാത്രമല്ലല്ലോ, ഞാൻ 10-42 കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് എന്റേതായിട്ടുള്ള ഒരുപാട് ചെലവുകളുണ്ട്. എനിക്കൊരു 8 സെന്റ് സ്ഥലം അവിടെ എനിക്ക് ആവശ്യമില്ല. ഞാനത് വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നത്. അപ്പോൾ 10 ലക്ഷം രൂപ തരികയും ആ സ്ഥലം ഉടൻ തന്നെ കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ട് തയ്യാറാണ് എന്ന് പറയുകയും ചെയ്ത ആളാണ് ദല്ലാൽ നന്ദകുമാർ. അത് കഴിഞ്ഞ് 4 തവണ ഞാൻ ദല്ലാളിനെ വിളിച്ചു. 4 തവണ ദല്ലാളിനെ വിളിച്ചു. ഈ സ്ഥലം രജിസ്റ്റർ ചെയ്ത് വാങ്ങണം. ദല്ലാൽ നന്ദകുമാർ എന്താ സ്ഥലം വാങ്ങാത്തത്? പിന്നെ ശോഭാ സുരേന്ദ്രന് ഈ ദല്ലാള് 10 ലക്ഷം രൂപ തന്നുവെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണം കെട്ടവൻ 1 കൊല്ലമായിട്ട് കേസ് കൊടുക്കാത്തത്? കൊടുക്കണ്ടേ? ഈ നാണം കെട്ട നെറികെട്ട ആ അമ്മയെക്കുറിച്ച് ഞാൻ വൃത്തികേട് പറയാൻ ആഗ്രഹിക്കാത്തത് കൊണ്ടും സ്ത്രീകളെ അങ്ങേയറ്റം ബഹുമാനിക്കുന്നത് കൊണ്ടും ഞാൻ പറയുകയാണ്, മിസ്റ്റർ ദല്ലാൽ നന്ദകുമാർ, നിങ്ങൾ പല രാഷ്ട്രീയ നേതാക്കന്മാരുടെയും പിമ്പായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട്, എനിക്കറിയും. അങ്ങനെ പലരുടെയും കൂടെ നിങ്ങൾ നടന്നിട്ടുണ്ട്. ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ ചെയ്യും. എന്നെ കാണാൻ പല പ്രമുഖരായിട്ടുള്ള രാഷ്ട്രീയ നേതാക്കന്മാരും വരും. എന്നാൽ ഈ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ പേര് പറയണോ? നാണം കെട്ടവൻ ദല്ലാൽ മാധ്യമ സുഹൃത്തുക്കളുടെ മുന്നിൽ പറയണം. പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ശോഭാ സുരേന്ദ്രൻ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകും. എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിംഗിൽ ദല്ലാൽ നന്ദകുമാറും ഞങ്ങളുടെ അറിയപ്പെടുന്ന ഒരു ലീഡറും ഒരുമിച്ചിരുന്ന് ദല്ലാളിനെ നാക്ക് പിഴച്ച്, ദല്ലാൾ കിടുകിടാ വിറച്ച് ദല്ലാളിനെ ഡൽഹിയിൽ നിന്ന് ആട്ടി ഓടിച്ചത് എന്തിനാണ്? ദല്ലാൾ മറുപടി പറയണം. ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറുടെ പേര് ഞാൻ പറയണോ? പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ നിരങ്ങിയ ആളാണ് ദല്ലാൽ. ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ. മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ശ്രമം നടത്തുന്നു, നേതാവിനെ കൊണ്ടുവരുന്നു. ഞങ്ങൾ നാളെ പിണറായി വിജയൻ ഒഴിച്ച് ആരെ കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണെങ്കിൽ ഞങ്ങൾ സ്വീകരിക്കും. സ്വീകരിക്കുന്നതിന് മുൻപ് ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിന്റെ ഹിസ്റ്ററി പഠിക്കും. ഞാനല്ല പഠിക്കുന്നത്, അഖിലേന്ത്യാ തലത്തിൽ ഇരിക്കുന്നവരും പഠിക്കും. ആ പഠനത്തിന് ശേഷമാണ് ഒരു വ്യക്തിക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നത്. എന്നാൽ ദല്ലാൽ ഡൽഹിയിൽ നടത്തിയ ചർച്ചയിൽ 1ാം ഘട്ടം തന്നെ ദല്ലാൽ ചോദിച്ചത് കോടാനുകോടി രൂപയാണ്. ദല്ലാൽ എന്താ വിചാരിച്ചത്? ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് ആളുകളെ കൊണ്ടുവരുന്നത് നിങ്ങളെ പോലെയുള്ള ബ്രോക്കർമാർക്ക് പണം കൊടുത്തിട്ടാണെന്നാണോ? അല്ല. ഈ പാർട്ടി
നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ടിയല്ല. ഇപ്പോ അനിൽ ആന്റണിക്കെതിരെ ഇതുപോലെ ചില അന്യായങ്ങൾ പറഞ്ഞു. ഞാൻ മാധ്യമ സുഹൃത്തുക്കളോട് പറയാൻ ആഗ്രഹിക്കുന്നു, ദല്ലാളിനെ കൊണ്ട് നിങ്ങളാണ് ചോദിപ്പിക്കേണ്ടത്. ഏത് നേതാവിനെയാണ് ദല്ലാൽ നന്ദകുമാർ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുമ്പോ തൃശൂരില് ഗോവിന്ദൻ മാഷുടെ യാത്ര വരുന്ന ദിവസം ശോഭാ സുരേന്ദ്രന്റെ മുറിയിൽ, എവിടെ, രാമനിലയത്തിൽ ശോഭാ സുരേന്ദ്രന്റെ പേരിൽ രജിസ്റ്റർ ബുക്കിൽ ശോഭാ സുരേന്ദ്രൻ ഒപ്പുവെച്ച് ഞാൻ അരമണിക്കൂർ ആ മുറിക്കകത്തിരുന്നപ്പോ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ വന്നത്? ഏത് നേതാവാണ് അഖിലേന്ത്യാ തലത്തിലുള്ള എന്റെ നേതാവുമായിട്ട് സംസാരിച്ചത്? ദല്ലാൾ പറയണ്ടേ? അല്ല, ഞാനല്ല പറയേണ്ടത് മറുപടി. ഈ ദല്ലാള് പറയണം, എന്തിനാണ് രാമനിലയത്തിൽ ഗോവിന്ദൻ മാഷുടെ യാത്ര നടക്കെ മാർക്സിസ്റ്റ് പാർട്ടിയിലെ പ്രമുഖനായിട്ടുള്ള നേതാവ് ശോഭാ സുരേന്ദ്രനെ കാണാൻ രാമനിലയത്തിലെ മുറിയിൽ വന്നത്? അത് കഴിഞ്ഞ് എന്തിനാണ് ഡൽഹിയിലേക്ക് വന്നത്? ആ ഡൽഹിയിൽ വന്ന് മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്ന് ഈ പ്രമുഖനായ ലീഡർ പ്രസ്ഥാനത്തെ പിളർക്കുമെന്നായപ്പോ ദല്ലാൽ നന്ദകുമാറിന്റെ കാല് തല്ലിയൊടിക്കുമെന്ന് കണ്ണൂരിലെ പിണറായി വിജയന്റെ ലോബി പറഞ്ഞിട്ടല്ലേ ദല്ലാൾ ഈ പണി പാതി വെച്ച് അവസാനിപ്പിച്ചതും പണം ചോദിച്ച് കിട്ടാത്തതിന്റെ പേര്. അത് ഒന്നാം സ്ഥാനം. ഒന്നാമതായിട്ട് ദല്ലാളുമായി ചർച്ച നടത്തിയിരുന്നെങ്കിൽ ദല്ലാള് വിവരം അറിയുമായിരുന്നു. കാരണം ഡൽഹിയിൽ ചോദിച്ച കോടികൾക്ക് കണക്കില്ല. ഇയാൾ ഈ പണി പണ്ടും ചെയ്തിട്ടുണ്ട്. നമ്മുടെ KC വേണുഗോപാലിനെതിരെ മുമ്പൊരു സ്ത്രീ മാനനഷ്ട കേസ് കൊടുത്തിരുന്നല്ലോ, സോളാർ വിവാദം കത്തിപ്പടരുമ്പോ. ആ സോളാർ വിവാദം കത്തിപ്പടർന്ന സമയത്ത് അന്ന് മാനനഷ്ടത്തിന് വേണ്ടിയിട്ട് ശ്രമം നടത്തിയിട്ടുള്ള സ്ത്രീക്ക് കാര്യസ്ഥനായിരുന്നു ദല്ലാൽ നന്ദകുമാർ. ആ കാര്യസ്ഥൻ KC വേണുഗോപാലിന് വേണ്ടി എത്ര കോടികളാണ് ആ സ്ത്രീക്ക് കൊണ്ടുപോയി കൊടുത്തത് എന്ന് മാധ്യമ സുഹൃത്തുക്കൾ അന്വേഷിച്ചാൽ മതി. അതെനിക്ക് പറയേണ്ട കാര്യമില്ല. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. ഇതിന്റെ ബാക്കി നാളെ രാവിലെ ആരാധനായിട്ടുള്ള അമിത്ഷാജി വരികയാണ്. നിങ്ങളുടെ മുന്നിലാണ് ദല്ലാൽ പറഞ്ഞത് ശോഭാ സുരേന്ദ്രൻ ആരുടെ കയ്യിൽ നിന്നും പൈസ മേടിക്കാം. എന്തിനാണ് പൈസ വാങ്ങുന്നത്? എന്റെ ഭൂമി വിൽക്കാനാണ്. എഗ്രിമെന്റ് എഴുതിയില്ല, ഇയാൾ വന്നതേ ഇല്ല. ഇയാൾ ഇടയ്ക്ക് വിളിച്ചു പറയുകയാണ് എനിക്ക് എന്റെ 10 ലക്ഷം വേണം. അപ്പൊ ഞാൻ എന്താ അയാളോട് പറയുന്നത്? നിങ്ങളുടെ 10 ലക്ഷം നിങ്ങൾ ഈ ഭൂമിയാണ് വാങ്ങാനായിട്ട് തീരുമാനമെടുത്തത്. ഇയാൾ എന്നോട് പറഞ്ഞിട്ടുള്ളതും ആധാരം എഴുത്തുകാരൻ രഘു വടക്കാഞ്ചേരി, രഘുവിനെ കാറിൽ കയറ്റി കൊണ്ടുവന്നു. ഈ സ്ഥലം ഇയാൾക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചത്. അപ്പൊ നാളെ രജിസ്റ്റർ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ച ദല്ലാളിന് ഭൂമി നമ്മൾ ആരും ഏറ്റുകൊണ്ട് പോയിട്ടില്ലല്ലോ. ഭൂമി അവിടെ ഉണ്ടല്ലോ, മാധ്യമ സുഹൃത്തുക്കളും ഇവിടെ ഉണ്ടല്ലോ. ദല്ലാളിന് ഭൂമി മാത്രമേ ശോഭാ സുരേന്ദ്രൻ കൊടുക്കൂ. ദല്ലാൾ എന്ന് പറയുന്നവന് എനിക്കൊരു അത്യാവശ്യം വന്ന ഘട്ടത്തിൽ എന്നെ ചതിക്കാനായി എന്തെങ്കിലും പ്രവൃത്തി നടത്തി മാധ്യമ സുഹൃത്തുക്കളോടല്ല തമ്പുരാനെ അറിയിച്ചാൽ പോലും ദല്ലാൾ എന്ന് പറയുന്ന വ്യക്തിക്ക് എന്റെ ഭൂമി തന്നെ ദല്ലാൾ വാങ്ങിയിരിക്കണം. കാരണം ശോഭാ സുരേന്ദ്രന് ഇപ്പോ 1 കൊല്ലത്തിന് ശേഷം ഡേറ്റ് ഉണ്ടല്ലോ, SBIയിലേക്ക് പണം വന്ന ഡേറ്റ് അയാൾ പറയുന്നുണ്ടല്ലോ. ആ 1 കൊല്ലം എന്താണ് ഇയാൾ മിണ്ടാതിരുന്നത്? ഇത് വാർത്തയാക്കാൻ വീണ്ടും ക്രൈം നന്ദകുമാറിനോട് ആവശ്യപ്പെട്ടു. രേഖ തരാൻ പറയൂ. അത് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ട്? അത് നാട്ടു നടപ്പാണോ? ശോഭാ സുരേന്ദ്രൻ എന്റെ വോട്ടുപാറയിൽ ഇന്നും കിടക്കുന്ന ആ ഭൂമിക്ക് വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുമായിട്ട് കരാർ എഴുതിയുണ്ടെങ്കിൽ ആ കരാറിന്റെ കോപ്പി നന്ദകുമാർ കൊണ്ടുവരട്ടെ. നാളെ രജിസ്റ്റർ ചെയ്യും മാധ്യമങ്ങളുടെ മുന്നിൽ. ബാക്കി പണം തരണം. അതായത് എന്റെ ഭൂമിയുടെ വില 1,90,000 രൂപയാണ്. 1,90,000 രൂപ വിലയുള്ള ഭൂമി ദല്ലാൽ നന്ദകുമാർ വാങ്ങാമെന്ന് പറഞ്ഞത് എന്റെ ജ്യേഷ്ഠൻ ക്യാൻസർ ബാധിതനായി കിടന്നപ്പോ പെട്ടെന്ന് ഒരു 15 ലക്ഷം ചികിത്സാ ചെലവ് വന്ന സമയത്താണ് എനിക്കത് വിൽക്കണമെന്നുള്ള ഒരു ആവശ്യം വരുന്നത്. ആ സമയത്ത് ഈ ദല്ലാൾ എന്ന് പറയുന്ന മനുഷ്യൻ എന്നെ സഹായിക്കാൻ ശ്രമിക്കുമ്പോഴും എനിക്കറിയാം ഇത് നാളെ ഇയാൾ ഉപയോഗിക്കും. അതുകൊണ്ടാണ് ബാങ്ക് വഴി SBI ബാങ്ക് വഴി ഇടാനാണ് പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, പക്ഷേ എന്നോട് വെറുപ്പ് വരാനുള്ള കാരണം കൊടുക്കാൻ സൗകര്യമില്ല. എനിക്ക് ആവശ്യമുള്ള സമയത്ത് എന്റെ ഭൂമി, ഇവൻ വലിയ വാക്ക് പറയുന്ന ആളല്ലേ, എന്റെ ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് എന്നെ ചതിച്ച ഒരാൾക്ക് ആ ഭൂമി മാത്രമേ കൊടുക്കൂ.
4 തവണ ആ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ഞാൻ അയാളോട് ആവശ്യപ്പെട്ടു. 4 തവണ ഭൂമി രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ ബാക്കി പൈസ തന്ന് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ ജന്മത്ത് ഈ ദല്ലാളിന് 10 ലക്ഷം രൂപ ഞാൻ കൊടുക്കാൻ ബാധ്യസ്ഥയല്ല. നോക്കൂ, ഷാഡി ക്യാരക്ടറുകളാണെങ്കിലും കൊണ്ടുവരുന്ന ആൾ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് വരുന്നത് കേരളത്തിലെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നടുവൊടിക്കുന്ന, നട്ടല് പിളർത്തുന്ന ഒരു രാഷ്ട്രീയമായിട്ടുള്ള നീക്കം നടത്താൻ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾക്ക് 300 ആളുകളെ കൊലപ്പെടുത്തിയ പ്രസ്ഥാനമാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. 300 ബലിദാനികളെ കേരളത്തിൽ സൃഷ്ടിക്കുകയും എന്റെ സഹപ്രവർത്തകൻ KT ജയകൃഷ്ണൻ മാസ്റ്ററെ ക്ലാസ് മുറിക്കകത്തിട്ട് വെട്ടിക്കൊല്ലുകയും ആദ്യത്തെ വാടിക്കൽ രാമകൃഷ്ണൻ എന്ന് പറയുന്ന പാവപ്പെട്ട ഒരു സാധാരണ തൊഴിലാളിയെ കൊലപ്പെടുത്തിയതിലെ 1-ാം പ്രതി ഇന്ന് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരിക്കുന്ന പിണറായി വിജയനാണ്. അങ്ങനെയുള്ള നാട്ടിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പിളർക്കാൻ ഒരവസരം കിട്ടിയാൽ നാളെയും ശോഭാ സുരേന്ദ്രൻ അഖിലേന്ത്യാ നേതൃത്വം പറഞ്ഞതിനനുസരിച്ചുള്ള പ്രവൃത്തിയുമായിട്ട് മുന്നോട്ട് പോകും. പക്ഷേ മാധ്യമ സുഹൃത്തുക്കൾ ചോദിക്കണം ദല്ലാളിനോട്, ആരായിരുന്നു ഡൽഹിയിലേക്ക് വന്ന ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ എന്ന് ചോദിക്കണം. ഇല്ലെങ്കിൽ 3 ദിവസത്തിന് ശേഷം അയാൾ പറയാൻ തയ്യാറായില്ലെങ്കിൽ, മാധ്യമ സുഹൃത്തുക്കൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ബാക്കി ഞാൻ അപ്പോ പറയും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പറയും. അല്ല നിങ്ങൾ ചോദിക്കണം. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ ഷാഡി ക്യാരക്ടറാണ്. ഈ ഷാഡി ക്യാരക്ടർ ആയിട്ടുള്ള ഇത്തരത്തിലും നെറിയട്ടവന് എന്തിനാണ് ഇത്രയും വലിയ വാർത്ത കൊടുക്കുന്നത്? ആണ് ശോഭാ സുരേന്ദ്രന്റെ ബന്ധം എന്താണ്? അല്ല നോക്കൂ, ശോഭാ സുരേന്ദ്രൻ മാത്രമല്ലല്ലോ, തീർച്ചയായിട്ടും സംസാരിച്ചു. അല്ല, അവിശുദ്ധ ബന്ധമല്ല, ശുദ്ധ ബന്ധം തന്നെയാണ്. അതായത് ഇപ്പോ നന്ദകുമാറല്ല, ഏത് ഫ്രോഡാണെങ്കിലും ആരെയാണ് പരിചയപ്പെടുത്തുന്നത്, എന്തിനാണ് പരിചയപ്പെടുത്തുന്നത്, ഈ ഫാക്ടാണ് ശോഭാ സുരേന്ദ്രൻ അന്വേഷിക്കുന്നത്. എന്താണ്, എങ്ങനെ? ഏറ്റവും വലിയ ലീഡർ ആ ഏറ്റവും വലിയ ലീഡറുടെ പാലമായിട്ട് വർത്തിക്കാൻ ഞാനല്ലല്ലോ നാണം കെടേണ്ടത്. അല്ല, ആ കഥയൊന്നും ഞാനല്ല പറയേണ്ടത്, നിങ്ങൾ ചോദിക്കണം ദല്ലാളിനോട്. അല്ല, ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ 100 ചോദ്യം ചോദിച്ചാലും ഇത് പറയേണ്ടവൻ ദല്ലാളാണ്. കടിച്ച പാമ്പ് തന്നെ ആണല്ലോ വിഷമിറക്കേണ്ടത്. എന്തായിരുന്നു അപ്പോൾ ചില നേതാക്കന്മാർ അബദ്ധവശാൽ ഇയാൾ വലിയ ആളാണ് എന്നൊക്കെ തെറ്റിദ്ധരിക്കും. ഇയാള് ലാവ്ലിൻ കേസ് പലവട്ടം മാറ്റിവെച്ചു എന്ന് പറഞ്ഞ് BJPക്കെതിരെ വാർത്ത വരുന്നുണ്ടല്ലോ. എന്താ ലാവ്ലിൻ കേസ് മാറ്റാൻ കാരണം? ലാവ്ലിൻ ആരാ വക്കീൽ ആരാണ്? ലാവ്ലിൻ കേസ് നടത്തുന്ന വക്കീലിന് കോടതിയിൽ പോയി രേഖകൾ സബ്മിറ്റ് ചെയ്യാൻ കഴിവും പ്രാപ്തിയുമുള്ള ആളാണോ? മാധ്യമ സുഹൃത്തുക്കളൊന്ന് പരിശോധിക്കുക. ആരാ പോയത് ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട്? കോടതി പോയത് ആരാണ്? ലാവ്ലിൻ കേസിൽ പ്രതികൾ പോയല്ലോ. അല്ല, അപ്പോ കേസിന്റെ പ്രാഥമിക ഘട്ടത്തിൽ കേസ് അന്വേഷണത്തെ അട്ടിമറിക്കാനും കേസിനെ ഇല്ലായ്മ ചെയ്യാനും ബാലാനന്ദൻ കമ്മീഷൻ റിപ്പോർട്ടിനെ വരെ കേരളത്തിൽ മറച്ചുവെക്കാനും പ്രാപ്തിയുണ്ടായിരുന്ന ഈ ഒരു സംഭവത്തിൽ CBI ഓടിയിറങ്ങി വന്നിട്ട് കാര്യമില്ലല്ലോ. രേഖകൾ വേണ്ടേ? അപ്പൊ രേഖകൾ നശിപ്പിച്ചു കളഞ്ഞുകൊണ്ട് കോടതിക്ക് വേണ്ടത് രേഖയാണ്, തെളിവാണ്. ആ തെളിവ് പോലും കയ്യിലുണ്ടായിട്ടും നല്ല വക്കീലിനെ കൊടുക്കാതെ അവിടെയും ചില കളികളൊക്കെ നടന്നിട്ടുണ്ട്. അത് ഈ അടുത്ത കാലത്താണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ എനിക്ക് ഒറ്റ പോയിന്റേ ഉള്ളൂ. ഞാൻ എന്റെ വീട്ടിൽ ആദ്യമായിട്ട് വരുന്നത്, ഞങ്ങളുടെ കയ്യിൽ ഇത്ര പേർ രാഷ്ട്രീയക്കാരുണ്ട്, ഇവരിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ ഇന്നയാളാണ്. അയാൾക്ക് അമിത്ഷാജിയെ കാണണം. അമിത്ഷാജിയെ കാണാൻ വരുന്ന വ്യക്തി കേരള രാഷ്ട്രീയത്തിലെ പ്രമുഖനായിട്ടുള്ള ഒരാളാണ്. അമിത്ഷാജിയുടെ വീടിന്റെ വാതിൽ തുറക്കാൻ സാധിക്കണമെങ്കിൽ അമിത്ഷാജി ഈ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കണം, വേണ്ടേ? ആ സബ്ജക്റ്റിനെ കുറിച്ച് പഠിക്കാനും
ആ വ്യക്തിയെ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് കൊണ്ടുവരാനും നീക്കം നടക്കണമെങ്കിൽ ആ വ്യക്തിയുമായിട്ടുള്ള ഡിസ്കഷൻ നടക്കണം. ആ ഡിസ്കഷൻ നിശ്ചയിച്ച 2 മണിക്കൂറിനുള്ളിൽ ആ വ്യക്തി എവിടേക്കാണ് പോയത് അത് അടുത്ത പത്രസമ്മേളനത്തിൽ ഞാൻ പറയും. അല്ലല്ലോ അത് തെറ്റാണോ? അല്ല, അപ്പോ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അല്ല ഞാൻ ഒരു കാര്യം പറയട്ടെ. വളഞ്ഞു തിരിഞ്ഞ് അതിനെ കഥയാക്കണ്ട. ഒരു വ്യക്തി ഒരു പൈസ കയ്യിലുള്ള ഒരു വ്യക്തിക്ക് എന്റെ ഒരു സ്ഥലം എനിക്ക് വിൽപ്പന നടത്താനുള്ള അവകാശമുണ്ട്. ഇനി നന്ദകുമാർ കോടതിയിൽ പോയാലും അവന് എന്റെ ഈ ഭൂമി മാത്രമേ കിട്ടൂ. ഞാൻ അവിടെ കേസ് പറഞ്ഞ് 10 ലക്ഷം കളയും. എന്നാലും നന്ദകുമാർ നിങ്ങൾ എന്താ ചോദിക്കാത്തത്? എന്താണ് അതിലൊരു തെറ്റുള്ളത്? ഏതാണ് അതെന്തുകൊണ്ടാണ് 1 വർഷം കഴിഞ്ഞ് നന്ദകുമാറിന് പറയേണ്ടി വന്നത്? മാത്രം എങ്ങനെ CPM-നെ പിളർത്തുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം. കേരള രാഷ്ട്രീയത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയിലേക്ക് തലപ്പൊക്കമുള്ള നേതാക്കന്മാർ ഇതുവരെ ഞങ്ങളുടെ പാർട്ടിയിൽ ചെയ്തത് തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അനിൽ ആന്റണിയെ പോലെ പത്മജയെ പോലെ ഈ പ്രസ്ഥാനത്തിലേക്ക് അകത്തേക്ക് കടന്നു വരാൻ മാർക്സിസ്റ്റ് പാർട്ടിയിലെ നാളെ ഏത് തലപ്പൊക്കമുള്ള നേതാവ് വരാൻ ആഗ്രഹിച്ചാലും ഞങ്ങളുടെ പ്രസ്ഥാനത്തിന് സ്വീകരിക്കണ്ടേ? ഞാൻ പോയല്ലോ. അല്ല ഞാൻ ചോദിക്കട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡർ നിഷേധിക്കുന്നത് പത്രക്കാർക്ക് വാർത്തയും ശോഭാ സുരേന്ദ്രൻ പറയുന്നത് പത്രക്കാർക്ക് വാർത്തയല്ലാതിരിക്കാൻ ഇത് വെള്ളരിക്കപ്പെടണമെന്നല്ലോ. അതെ, അതിനെന്താണ്? ഞാൻ ചോദിക്കട്ടെ, ശോഭാ സുരേന്ദ്രൻ ഒരു 10 സെന്റ് ഭൂമി സ്വന്തമായിട്ടുള്ളത് നാട്ടിൽ വിൽക്കാനുള്ള അവകാശമില്ലേ? എന്താ അതിന് കുഴപ്പം? എന്താണ്? അല്ല എന്ത് ആള് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അല്ല, ബസ് വിറ്റ് തരാൻ ഇപ്പൊ ഞാൻ പറയുന്നു നിങ്ങളൊന്ന് വിറ്റ് തരുമോ? എന്താ? അല്ലല്ലോ. അപ്പൊ നാട്ടിൽ എല്ലാവരും ഭൂമി കച്ചവടക്കാരല്ല. അല്ലല്ല, എനിക്ക് ഈ നന്ദകുമാറിനെ സത്യത്തിൽ ഷാഡി ക്യാരക്ടറാണെന്നും നന്ദകുമാർ ഇത്രയും ഭീകരനാണെന്നും അല്ലെങ്കിൽ ഇത്രയും വൃത്തികെട്ടവനാണെന്നും ഒക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നെ സംബന്ധിച്ച് പല കാര്യങ്ങളും പിണറായി വിജയൻ ദല്ലാനന്ദകുമാറിനെ പ്രവർത്തിച്ചിട്ടുണ്ട്. അതിന്റെ പല ആളുകളും ദല്ലാനന്ദകുമാർ ഷേഡി ക്യാരക്ടറുകൾ മാധ്യമങ്ങളിൽ വന്നു. അതിനെന്താണ്? ഈ നന്ദകുമാറിന് ഒരു പെണ്ണന്വേഷണത്തിനല്ലല്ലോ ഞാൻ പോയത്. ഈ നന്ദകുമാർ എന്ന് പറയുന്നവൻ ഷാഡി ക്യാരക്ടർ ആണെങ്കിൽ എന്റെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ വസ്തു പണം തന്ന് രജിസ്റ്റർ ചെയ്ത് വാങ്ങണം. അത് അനധികൃതമായിട്ട് വാങ്ങിയല്ല, ബാങ്കിലേക്കാണ് അയച്ചിട്ടുള്ളത്. അവന് സൗകര്യമുണ്ടെങ്കിൽ വാങ്ങാം, വാങ്ങിയില്ലെങ്കിൽ അവൻ കേസ് കൊടുക്കട്ടെ. അതെ, ശോഭന. അല്ല, ദല്ലാൽ നന്ദകുമാറിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു വലിയ ലീഡറെ ഡൽഹിയിൽ കൊണ്ടായി പരിചയപ്പെടുത്തുമ്പോൾ ആ വലിയ ലീഡർക്ക് വലിയൊരു പോസ്റ്റ് വാങ്ങി കൊടുക്കുമ്പോൾ ദല്ലാൾ വിചാരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയുടെ ലീഡർഷിപ്പിന്റെ ഭാഗത്ത് നിന്ന് പണം സമ്പാദിക്കാൻ സാധിക്കുന്നത്. അതല്ല. അല്ല, അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ളത് പിന്നീടാണല്ലോ ദല്ലാലിന്റെ ബോധ്യപ്പെടുന്നത്. അത് അവനോട് ചോദിച്ചാൽ മതി, ദല്ലാലിനോട് ചോദിച്ചാൽ മതി. അല്ല, അത് ദല്ലാലിനോട് ചോദിച്ചാൽ മതി, അയാളല്ലേ പറയേണ്ടത്. അല്ല, ദല്ലാൽ നന്ദകുമാർ പറയട്ടെ, അയാളാണല്ലോ പറഞ്ഞത്. ശോഭാ സുരേന്ദ്രൻ എന്തിനാണ് ദല്ലാൽ കാണാൻ വന്നത്? എന്തിനാണ് എന്നെ പരിചയം സ്ഥാപിച്ചത്? അല്ല, അത് ഉത്തരം അയാളാണ് പറയേണ്ടത്. ശോഭാ സുരേന്ദ്രൻ ദല്ലാൽ നന്ദകുമാറിനെ കാണാനല്ല പോയത്. നോക്കൂ,
നന്ദകുമാർ ഒരു ഡീലർ മാത്രമാണ്. ശോഭാ സുരേന്ദ്രൻ ഒരു പൊതുപ്രവർത്തകയും ഈ പൊതുമണ്ഡലത്തിൽ 19 കൊല്ലമായി പ്രവർത്തിക്കുന്ന ആ പ്രവർത്തിക്കുന്ന ആൾക്ക് എനിക്ക് നല്ല അക്കൗണ്ടബിലിറ്റി ഉണ്ട്. അക്കൗണ്ടബിലിറ്റി അല്ലല്ല, എനിക്ക് അക്കൗണ്ടബിലിറ്റി ഉള്ളത് കൊണ്ടാണ് ഒരു സ്ത്രീയെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊക്കെ ചിന്തിച്ചാ പോരെ, ഒരു ശോഭാ സുരേന്ദ്രൻ ഒരു 22 ലക്ഷത്തിന്റെ ഭൂമി വിറ്റിട്ട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്താണ്? അല്ല, ഞാൻ ദല്ലാൽ നന്ദകുമാറിനെ തേടിപ്പോയതല്ല. എന്റെ ചേച്ചിയുടെ മകന്റെ വീടിന്റെ മുന്നിൽ കിടക്കുന്ന ഭൂമി വാങ്ങാൻ ദല്ലാൽ നന്ദകുമാറാണ് ആവശ്യം പ്രകടിപ്പിച്ചത്. ഒരാഴ്ചക്കകം ഞാൻ ഈ ഭൂമി വാങ്ങാം. കാരണം അതെ, ഞാൻ എന്തുകൊണ്ടാ പറയുന്നത് അവിടെ തന്നെ പലചരക്ക് കട നടത്തുന്ന ലത്തീഫുക്ക എന്ന് പറയുന്ന ഓട്ടുപാറയിലെ ഒരാൾ ഈ ഭൂമി നോക്കാൻ വേണ്ടി വന്നിരിക്കുന്ന അതേ സമയത്താണ് ഈ നന്ദകുമാർ അവിടെ ഇരിക്കുന്നത്. അപ്പൊ ഞാനും അദ്ദേഹവുമായിട്ട്, അപ്പൊ ലത്തീഫുക്ക എന്നോട് പറയുകയാണ് ഞാനത് 1.25 വാങ്ങാം. അപ്പൊ ഞാൻ പറയണേ ഇക്ക അത് പറ്റില്ല, കാരണം ഞാൻ 1.90 വാങ്ങിയ ഭൂമിയാണ്. അപ്പൊ എന്റെ വാങ്ങിയതിന് ശേഷം അതിന് ചുറ്റും 1.80 ₹1 1.80 വെച്ച് ഞാൻ കല്ല് കെട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇക്കയോട് പറയുകയാണ്, ഇത് പറഞ്ഞ് കേട്ടപ്പോഴാണ് ദല്ലാള് പറയുന്നത് എന്റെ കാറിലിരിക്കുന്നുണ്ടല്ലോ പൈസ, ഞാൻ തരാമല്ലോ പൈസ ഇത്രയും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ. അപ്പൊ എന്താ സാധാരണഗതിയിൽ ചെയ്യേണ്ടത്? പൈസ വാങ്ങേണ്ടതല്ലേ? ഞാൻ പറഞ്ഞ എന്താണ്, നിങ്ങൾ ഈ ഭൂമി വാങ്ങുക, നിങ്ങൾ എന്റെ അക്കൗണ്ടിലേക്ക് പൈസ അയക്കുക. എന്ത് തെറ്റാണിത്? ഇതാണോ അയാൾ ഇപ്പൊ ഈ ഇലക്ഷന്റെ തലേ ദിവസം വന്ന് ശോഭാ സുരേന്ദ്രൻ ജയിക്കുമെന്നാകുമ്പോ അത് അയാൾ എത്ര ഫ്രോഡായാലും അയാളുടെ കൈ പിടിക്കുക എന്നുള്ളത് എന്ത് ധാർമ്മികതയാണോ? ഞാൻ ഒരു കാര്യം പറയട്ടെ, അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ കൈ പിടിച്ചു. അയാളുടെ കൈ പിടിക്കുകയും കാല് പിടിക്കുകയും ഒന്നും ചെയ്തിട്ടില്ല. അതെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾ മാധ്യമ സുഹൃത്തുക്കള് ആദ്യം അന്വേഷിക്കേണ്ടത് രാമനിലയത്തില് ശോഭാ സുരേന്ദ്രന്റെ പേരിൽ മുറി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നോ? ആ മുറിയിലേക്ക് അറിയപ്പെടുന്ന ഒരു മാർക്സിസ്റ്റ് പാർട്ടി ലീഡർ വന്നോ? അവിടെ ഇരുന്നു കൊണ്ട് ഞാനുമായിട്ട് സംസാരിച്ചോ? അന്നത്തെ ദിവസം അവിടെ ഏതെല്ലാം മാർക്സിസ്റ്റ് പാർട്ടി നേതാക്കന്മാരുണ്ടായിരുന്നു? മന്ത്രി രാധാകൃഷ്ണൻ ഉൾപ്പെടെ മറ്റാരാണ് അവിടെ ഉണ്ടായിരുന്നത്? അന്വേഷിക്കേണ്ടത്. ആണ് ഏത് മൈക്ക്? അതെനിക്കറിയില്ല. മൈക്ക് കേടായോ എന്ന് എനിക്കറിയില്ല. മൈക്ക് കേടായ കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ കേരളം ഞെട്ടുന്ന രീതിയിൽ മാർക്സിസ്റ്റ് പാർട്ടിയിൽ സ്വാധീനമുള്ള ഒരാൾ BJPയിൽ ചേരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഡൽഹി വരെ വന്നു. ആദ്യഘട്ട ചർച്ച കഴിഞ്ഞു. രണ്ടാം ഘട്ട ചർച്ച സമയത്ത് കേരളത്തിൽ നിന്ന് പിണറായി വിജയന്റെ ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തി അദ്ദേഹത്തിന്റെ ഭാര്യ ഉൾപ്പെടെ കണ്ണൂരിൽ ഇല്ലാതാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം അദ്ദേഹത്തിന്റെ പിന്മാറ്റം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പൈസ എടുത്തു തരികയല്ല, പൈസ ബാങ്ക് അക്കൗണ്ടിലേക്ക് തരുന്നു. ഏത്? വാങ്ങില്ല. ഒരു പ്രശ്നമില്ല. ഇവിടെ വലിയ വലിയ ഭൂമി കച്ചവടങ്ങൾ നടക്കുന്ന നാടാണ്. 10 ഏക്കറയും 20 ഏക്കറയും ഒക്കെ ഉള്ള ആളുകൾ പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നാടാണ്. എന്റെ ഒരു തുണ്ട് ഭൂമി ഞാൻ പൊതുപ്രവർത്തി ആയതുകൊണ്ടാണ്. മാധ്യമ പ്രവർത്തകർ എന്ത് കോലാഹലം ഉണ്ടാക്കിയാലും ഈ നാണം കെട്ടവന് ₹1 പോലും ഞാൻ തിരിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞാണ് എന്റെ തന്റെ ഇടം. അവൻ ആ സ്ഥലം വാങ്ങിയിരിക്കണം. 3 പതിറ്റാണ്ടായി പൊതുപ്രവർത്തനം നടക്കുന്ന ആൾക്ക് ഒരു തുണ്ട് ഭൂമി വിൽക്കാൻ അവകാശമില്ലേ? അങ്ങനെയൊന്നുമില്ല. ഭൂമി നോക്കൂ, ഭൂമി വേറെ ആർക്കെങ്കിലും വിൽക്കാനല്ല. ഈ ഭൂമി ഇയാൾ വാങ്ങാമെന്ന് പറഞ്ഞത് തന്നെ അവിടെ ഒരു ടെമ്പിൾ കെട്ടിയിട്ട് അയാൾ ജനങ്ങൾക്ക് പൊതുപ്രവർത്തനം ചെയ്യുകയാണ്. എന്റെ 4 കുട്ടികൾ വടക്കാഞ്ചേരിയില് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ടവരാണ്. ആ നഷ്ടപ്പെട്ട കുട്ടികൾക്ക് 4 പേർക്കും കൂടിയിട്ട് അയാൾ വീണ്ടും പറഞ്ഞ കഥയാണ്. 4 പേർക്കും വേണ്ടിയിട്ട് ഞാൻ അങ്ങനെയുള്ള കുട്ടികളെല്ലാം ദത്തെടുക്കുകയും അവർക്ക് വേണ്ടിയിട്ട് ചെറിയ 3 സെന്റ് സ്ഥലത്ത് വീട് വെക്കുകയും ഒക്കെ ചെയ്യുന്ന ആഗ്രഹക്കാരനാണ്. അപ്പൊ എനിക്ക് വടക്കാഞ്ചേരിയിൽ ഓട്ടുപാറയിൽ തന്നെ അയാൾക്ക് സ്ഥലം വേണം എന്നാണ് അയാൾ എന്നോട് പറഞ്ഞത്. അപ്പൊ എന്താ വാങ്ങാത്തത്? വാങ്ങണ്ടേ? മനസ്സിലായാലും എനിക്ക് എന്താണ് നോക്കൂ. പിന്നെ കഴിഞ്ഞ ദിവസം എന്തിനാണ് ബ്രിട്ടാസ് കരിമണൽ കർത്തയ്ക്ക് വേണ്ടി എന്തിനാണ് ശോഭാ സുരേന്ദ്രനെ കാണാൻ ആഗ്രഹിക്കുന്നത്? അപ്പൊ ഈ 10 ലക്ഷം അല്ല, ഈ നാണംകെട്ട നന്ദകുമാർ എന്റെ ഭൂമിക്ക് വേണ്ടി തന്ന 10 ലക്ഷത്തെ കുറിച്ച് നിങ്ങൾ ചർച്ച ചെയ്യുമ്പോ
ഇവിടെ ഞാൻ വിചാരിച്ചാൽ, ഈ നിമിഷം ഞാൻ വിചാരിച്ചാൽ കരിമണൽ കർത്തയുടെ 25 കോടി നിങ്ങൾ വേണമെങ്കിൽ പരീക്ഷിക്കാൻ തീരുമാനിക്കാമായിരുന്നു. അല്ല, വേണ്ടല്ലോ. അപ്പൊ ശോഭാ സുരേന്ദ്രന് 25 കോടിയും 50 കോടിയും ഒക്കെ തന്ന് വിലക്കെടുക്കാനുള്ള ഒരുപാട് ആളുകൾ ഈ കേരളത്തിന്റെ മുന്നിൽ നടക്കുന്നുണ്ട്. എനിക്ക് വളരെയധികം സംശുദ്ധമായ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നത് കൊണ്ടാണ് എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എത്ര കരഞ്ഞാലും ഏതെങ്കിലും ഒരു വ്യക്തി വെറുതെ സഹായിക്കാൻ വന്നാൽ ശോഭാ സുരേന്ദ്രൻ കൈനീട്ട് വാങ്ങുന്ന പ്രശ്നമില്ല. അയാൾക്ക് വൈരാഗ്യം വരാൻ കാരണം നല്ല രീതിയിൽ അഖിലേന്ത്യാ തലത്തിൽ നിന്ന് ഡൽഹിയിലേക്കുള്ള നന്ദകുമാറിന്റെ യാത്രകൾ മുഴുവൻ നിരീക്ഷിക്കുകയും ദല്ലാൽ നന്ദകുമാർ ദുബായിൽ പോയി 1.5 വർഷത്തോളം താമസിച്ചതിനെ കുറിച്ച് അന്വേഷണം നടത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അനിൽ ആന്റണിക്കെതിരെയും വലിയ ആരോപണം ദല്ലാൾ ഉന്നയിച്ചിട്ടുണ്ട്. അല്ല, വെറുതെ ബ്രിട്ടാസിനോ എന്ന് ചോദിക്കുക. ബ്രിട്ടാസ് മലപ്പുറം ജില്ലയിലെ ശോഭാ സുരേന്ദ്രന്റെ ബന്ധുവിനെ എന്തിനാണ് ഫോണിൽ വിളിച്ചത്? ഇപ്പോ ഈ ഇലക്ഷന്റെ ഒരു 2 ആഴ്ചക്കിടയിൽ എന്തിനാണ് ശോഭാ സുരേന്ദ്രന്റെ ബന്ധുവിനെ, മലപ്പുറത്തുള്ള എന്റെ ബന്ധുവിനെ കാണണ്ട, എന്ത് അടിയന്തരമാണ് ബ്രിട്ടാസിന്റെ വീട്ടിലുണ്ടായത് ഒന്ന് ചോദിച്ചാൽ നന്നായിരിക്കും. അല്ല, ആ ബന്ധുവിനോട് പറഞ്ഞിരുന്നു. അല്ല, ആവശ്യം എന്താണ് ഇയാളുടെ ഉദ്ദേശം എന്നൊന്ന് അറിയട്ടെ. മാധ്യമ സുഹൃത്തുക്കൾ അതെല്ലാം അന്വേഷിക്കണ്ടേ? ശോഭാ സുരേന്ദ്രനെ ആർക്കും കാണാൻ കിട്ടില്ലെന്നേ. എന്നെ കാണാൻ കിട്ടും. പൊരി വെയിലത്ത് നിന്ന് വേർത്ത് കുളിച്ചു വരുമ്പോഴാണെങ്കിലും മാധ്യമ സുഹൃത്തുക്കൾ വിളിച്ചാൽ ഞാൻ വരും. സാധാരണ ഒരു വ്യക്തി വിളിച്ചാൽ ഞാൻ വരും. ഇനി ദല്ലാൾ അവൻ തല കുത്തി മറിഞ്ഞാലും ശോഭാ സുരേന്ദ്രന്റെ ഭൂമി അവൻ വാങ്ങിച്ചിരിക്കണം. അവന്റെ അമ്മ തന്ന വാക്കുകൂടിയാണ്. എന്താണ്? ബ്രിട്ടാസ് ഫോണിൽ വിളിച്ചു. മലപ്പുറത്ത് അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവ്. എങ്ങനെയാണ് ഈത്തപ്പഴത്തിനകത്ത് സ്വർണ്ണക്കുരി വെക്കുന്നത് എന്ന് റിസർച്ച് ചെയ്ത നേതാവിന്റെ ഏറ്റവും അടുത്ത മറ്റൊരു നേതാവ്. സ്വപ്ന സുരേഷുമായിട്ട് നല്ല കൂടിക്കാഴ്ചകൾ രാത്രിയിൽ നടത്തിയിട്ടുള്ള ഒരു നേതാവ്. നിങ്ങൾക്കിപ്പോ BJPയിൽ ഇവരൊക്കെ കണ്ട ചെറിയ ആളുകളുടെ പേരൊക്കെ ഞാൻ വിളിച്ചു പറഞ്ഞ് അവരെ കൊട്ടേഷൻ കൊടുക്കണോ? ഒരു കൊലപാതകത്തിന് റീത്ത് വയ്ക്കാൻ പോണോ? വേണ്ടല്ലോ. നന്ദകുമാറാണല്ലോ ശബ്ദം മൊഡ്യൂൾ ചെയ്യുന്ന ആള്. കേരളത്തില് ഈ കഴിഞ്ഞ 6 മാസം മുമ്പ് ഞങ്ങളുടെ തന്നെ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ അവരന്വേഷിച്ച അന്വേഷണത്തിൽ മനസ്സിലായത് മമ്മൂട്ടിയുടെ ശബ്ദം മൊഡ്യൂൾ ചെയ്തിട്ടുണ്ട് ഈ ദല്ലാൽ. ശോഭാ സുരേന്ദ്രന്റെ ശബ്ദം ആർട്ടിഫിഷ്യലായിട്ട്, വീഡിയോ വരെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നാട്ടിലാണ് ഞാനും നിങ്ങളുമൊക്കെ ഇപ്പൊ ജീവിക്കുന്നത്. എന്റെ ശബ്ദം വരെ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുള്ള ഒരുത്തനാണ്. ഒരു കാര്യം ഉറപ്പാണ്, എന്താണെങ്കിലും ഇനി നിഴലിൽ ജീവിക്കാൻ കേരളത്തിലെ ജനങ്ങളുടെ മുന്നിൽ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പിൽ ശോഭയെ തോൽപ്പിക്കാൻ സാധിക്കുമോ എന്ന് ചിന്തിച്ചുകൊണ്ട് ഇത്തരം ആരോപണമൊക്കെ ആയിട്ട് മുന്നോട്ട് വന്നവന് നിഴലിൽ ജീവിക്കാൻ മോനെ ദല്ലാളെ നിന്നെ ഇനി അനുവദിക്കില്ല. അനിൽ ആന്റണി ഉൾപ്പെടെ ഞാൻ ഉൾപ്പെടെയുള്ളവരെ കേരളത്തിൽ വേട്ടയാടാമെന്നുള്ള ധാരണ, അത് കോടിക്കണക്കിന് രൂപ പലരെയും വിറ്റ് തിന്ന് ജീവിച്ച നിനക്കുണ്ടല്ലോ, ആ ധാരണ അവസാനിപ്പിക്കുന്നതാണ് നല്ലത്. ചില ഘട്ടങ്ങളിൽ ശോഭാ സുരേന്ദ്രന് കാളിയുടെ രൂപവും എടുക്കാൻ സാധിക്കുമെന്ന് ദല്ലാളിനോട് പറയാൻ ഞാൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നിന്റെ അമ്മയെ വിളിക്കണം. നിന്റെ അമ്മയെ വിളിച്ച് നിന്റെ അമ്മയുടെ പിറന്നാൾ ദിനത്തിൽ നീ കേരളത്തിന്റെ പൊതുസമൂഹത്തോട് പറയാൻ ആഗ്രഹിച്ചത് 100 പെൺകുട്ടികൾക്ക് സൗജന്യ വിദ്യാഭ്യാസം കൊടുക്കുമെന്നാണ്. ആ അമ്മ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ, അമ്മയെയും എന്നെയും ഒന്ന് നീ ഒരുമിച്ചിരുത്തണം. ഇങ്ങനെ ഒരു കുരുത്തം കെട്ട മകൻ എങ്ങനെ ഉണ്ടായി എന്ന് ഞങ്ങൾക്കിടയിൽ ആ അമ്മയ്ക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ പരിപാടികൾ അതെല്ലാം വളരെ ക്ലീൻ ആക്കി തരാം. തീർച്ചയായിട്ടും. അതായത് കരിമണൽ കർത്തയ്ക്കെതിരായിട്ടുള്ള എന്റെ പ്രസംഗം അതൊന്ന് കുറയ്ക്കാൻ പറ്റുമോ ആലപ്പുഴ പാർലമെന്റ് മണ്ഡലത്തിൽ? അതായിരുന്നു എന്റെ മലപ്പുറം ജില്ലയിലെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ചുമതലയുള്ള എന്റെ ഒരു അകന്ന ബന്ധുവിനോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. കരിമണൽ കർത്തയ്ക്കെതിരായിട്ടുള്ള പ്രസംഗം അവസാനിപ്പിക്കണം. അതെ.
നടത്താൻ ആലോചിച്ചതിൽ ഇപ്പോൾ ഖേദം ഒരു കുറ്റബോധം ഉണ്ട് ചേച്ചിക്കിപ്പോ? ഒരു ഖേദവും എനിക്കില്ല. കാരണം എന്താണ്, ആ സമയത്ത് വടക്കാഞ്ചേരിയിലെ മുളങ്ങുന്നത്താവ് മെഡിക്കൽ കോളേജില് ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ട് ബോൺ ക്യാൻസർ ആയിട്ട് എന്റെ ചേച്ചിയുടെ ഭർത്താവ് ഇരിക്കുകയാണ്. ആ ഇരിക്കുന്ന സമയത്ത് 4 ദിവസത്തിനുള്ളിൽ കച്ചവടം നടത്തിയിട്ട് എന്റെ ചേട്ടന്, എനിക്ക് അച്ഛനില്ലാതെ എന്നെ വളർത്തിക്കൊണ്ടുവന്ന ആളാണ്, 15 ദിവസത്തിനുള്ളിൽ പണം അടയ്ക്കാൻ അമല ഹോസ്പിറ്റലിൽ ചികിത്സ രണ്ടാമത് ചെയ്യാൻ വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡോക്ടർ വരുന്നു. 15 ലക്ഷം രൂപ ചികിത്സാ ചെലവുണ്ട്. പെട്ടെന്ന് എന്റെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ പൊന്നും വിലയ്ക്ക് വാങ്ങിയിട്ടുള്ള എന്റെ ഭൂമി ഞാൻ വിൽക്കാൻ തീരുമാനിക്കുകയാണ്. ലത്തീഫുക്ക എന്നെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആ ഭൂമി എടുക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് വന്നിരിക്കുന്നു. എന്നാൽ അദ്ദേഹം പറഞ്ഞ വില ചെറുതായി. അത് ഇരുന്ന് സംസാരിക്കുന്നതിനിടയിൽ ദല്ലാള് അവിടെ ആ വീട്ടിൽ വരുന്നു, ഇതെല്ലാം കേൾക്കുന്നു, കാണുന്നു. ഞാൻ സഹായിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് സഹായം വേണ്ട, എനിക്ക് അങ്ങനെ ഒരു സഹായം വേണ്ട. ഈ ഭൂമി വാങ്ങാൻ പറ്റുമോ? ഒരാഴ്ചക്കുള്ളിൽ ഞാൻ ഭൂമി തരാൻ തയ്യാറാണ്. എനിക്ക് അല്ല, രാമനിലയത്തിൽ ആരും വന്നില്ലല്ലോ. ഞാൻ രാമനിലയത്തിൽ ഇരിക്കുന്നു. ഒന്നുകൂടി ക്ലിയർ ആയിട്ട് ചോദിക്കണം. രാമനിലയത്തിൽ ഒന്നാം ഘട്ട ചർച്ച മഹാരാഷ്ട്രയിലെ ഗവർണർ സ്ഥാനത്ത് ഇരിക്കാൻ താല്പര്യമുണ്ട്. മഹാരാഷ്ട്രയിലെ ഗവർണർ സ്ഥാനത്തിന് ആഗ്രഹമുണ്ട് മാർക്സിസ്റ്റ് പാർട്ടിയിലെ വലിയ ലീഡർക്ക്. 2, ഭാരതീയ ജനതാ പാർട്ടിയുടെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആവാൻ ആഗ്രഹമുണ്ട്. ആഗ്രഹം ആർക്കും പ്രകടിപ്പിക്കാമല്ലോ. പോണ്ടിച്ചേരി അയാൾ എങ്ങനെയാണ് അയാൾ എങ്ങനെയാണ് കേസുകളിൽ ആളുകളെ ഭയപ്പെടുത്തുന്നത് ഞാൻ പഠിച്ചു. ഞാൻ മനസ്സിലാക്കി. ഇയാൾ ഇതും ഇതിലപ്പുറവും പറയും. തീർച്ചയായിട്ടും. അതായത് പുതിയ ആൾ വരുമ്പോൾ മെമ്പർഷിപ്പ് ഡ്രൈവിന്റെ പ്രവർത്തനത്തിനിടയിൽ ഞാൻ സംസാരിക്കേണ്ടത് മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രിയുമായിട്ടാണ്. മധ്യപ്രദേശിന്റെ മുഖ്യമന്ത്രി ഏറ്റവും ടോപ്പിലുള്ള ആളുമായിട്ട് സംസാരിക്കുകയും ഈ ബയോഡാറ്റ കൊടുക്കുകയും ചെയ്യും. ഇപ്പൊ കണ്ണൂരിൽ നിന്ന് ശ്രീമാൻ രഘുനാഥ് വന്നു. രഘുനാഥ് വരുന്ന സമയത്ത് ശോഭാ സുരേന്ദ്രൻ രഘുനാഥിനോട് സംസാരിക്കണമെന്ന് അഖിലേന്ത്യാ നിർദ്ദേശം ഉണ്ടായിരുന്നു. ഞാൻ സംസാരിച്ചല്ലോ. ഞാൻ പല കോൺഗ്രസിന്റെ പ്രഗത്ഭരായിട്ടുള്ള നേതാക്കന്മാരെയും ഞങ്ങൾ കണ്ടിട്ടുണ്ടല്ലോ. ചർച്ച ഞാൻ പറയട്ടെ, കൊണ്ടുപോകുന്നു, ചേരാൻ തീരുമാനമെടുക്കുന്നതിന് മുൻപ് ബയോഡാറ്റ സമർപ്പിച്ച് ഇദ്ദേഹം ഒരു കരുത്തനായിട്ടുള്ള ലീഡറാണ്, BJPയിലേക്ക് വരുന്നതിൽ സന്തോഷം എന്ന് തീരുമാനമുണ്ടാകുന്നു. ആ തീരുമാനമുണ്ടായതിനു ശേഷം ചർച്ചയിൽ ഏറ്റവും ആദ്യം വന്ന് പ്രധാനപ്പെട്ട ആളിരിക്കും. അദ്ദേഹത്തിന്റെ സെക്രട്ടറി വരില്ലേ? ഏറ്റവും ആദ്യം ഒരാൾ വന്ന് അതെന്തിനാണ് പറയുന്നത്? അതെല്ലാം ഞങ്ങളുടെ പാർട്ടിയുടെ ആഭ്യന്തര കാര്യങ്ങളല്ലേ. ഞങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളൊന്നും പരസ്യമായിട്ട് പറയാനല്ല എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത്. എനിക്ക് വരാൻ ആഗ്രഹമുള്ള ആളുകളുമായിട്ട് ചർച്ച നടത്താനുള്ള പരിപൂർണ്ണ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അത് ഇനിയും തുടരും. അങ്ങനെയുള്ള ആളല്ല എന്റെ മേമ എന്ന് പറഞ്ഞു. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് എന്നെ അദ്ദേഹം വിളിച്ചത്. അപ്പൊ ഇനി എനിക്ക് കാണണമെങ്കിൽ അവനെ വിളിച്ചു വരുത്തണം. നിങ്ങളും കൂടി തയ്യാറാണെങ്കിൽ വിളിച്ചു വരുത്താം. എന്താണ്? മാർക്സിസ്റ്റ് പാർട്ടിയിലെ ഉന്നത നേതാവിനെ ബോധ്യപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. കാരണം ഒരാളെ കൊണ്ടുപോയി ഇരുത്തുന്നു, ആ ചർച്ച നടക്കുമ്പോൾ ആ മനുഷ്യൻ എന്താ വിചാരിക്കുന്നത്? നല്ല ഒരു പൊസിഷനുമായിട്ട് ഒരു പാർട്ടിക്കകത്തേക്ക് കടന്നു വരണമെന്നായിരിക്കുമല്ലോ അദ്ദേഹത്തിന്റെ ചിന്ത. പക്ഷെ അദ്ദേഹത്തിനെ വിൽക്കാൻ കൊണ്ടുപോയതാണ് എന്ന് പിന്നെയല്ലേ മനസ്സിലാക്കുന്നത്. അതായിരിക്കുമല്ലോ. അല്ലെങ്കിൽ പിന്നെ കോടികൾ ചോദിക്കേണ്ട കാര്യം എന്താണ്? ഇത് വേറൊരു ഓൺലൈൻ ചാനലുകാരൻ മുഖാന്തരം ഒരാഴ്ച മുമ്പ് ഈ ദല്ലാള് തന്നെ എന്റെ അടുത്തേക്ക് അളവിട്ടിരുന്നു. ശോഭാ സുരേന്ദ്രനെ ഞാൻ ഇനിയും തീർക്കാനുള്ള, എങ്ങനെയാണ് എന്നെ തീർക്കാൻ പോകുന്നത്? ഇവിടെ പിണറായി വിജയൻ വിചാരിച്ചിട്ട് നടന്നിട്ടില്ല, മദനി വിചാരിച്ചിട്ട് നടന്നിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ഈ ദല്ലാൽ ഒന്നുമല്ലാത്ത ആൾക്ക് തീർക്കാൻ പറ്റുക? അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഭയപ്പെടുത്തിയത് കൊണ്ടായിരിക്കണം. ബന്ധുവിനെ കണ്ടതിന് ശേഷം എന്നെ കാണണമെന്നാണ് ആവശ്യപ്പെട്ടത്. ബന്ധു അല്പസ്വല്പം കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അന്വേഷിക്കാം.
പിന്നെ കണക്കുകൾ പറയാനുള്ളത് അല്ല ബന്ധുവെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടോന്ന് നമുക്ക് അന്വേഷിക്കാം. ആ തേങ്ങ പൊട്ടിക്കൂ. പൊട്ടിക്കാം, എല്ലാം ഒരുമിച്ച് പറയണ്ടല്ലോ.